നമസ്കാരം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു സാധാരണ മാപ്പല്ല. ഇതിൽ രാജ്യങ്ങളില്ല, അതിർത്തികളുമില്ല. പകരം നമ്മൾ വിശ്വസിച്ചു പോരുന്ന ചരിത്രത്തെയും ശാസ്ത്രത്തെയും വെല്ലുവിളിക്കുന്ന ആയിരക്കണക്കിന് രഹസ്യ കോഡുകൾ മാത്രമാണുള്ളത്. ഒരു ചിലന്തി വല പോലെ പരസ്പരം ബന്ധിക്കപ്പെട്ട് ഈ ചാർട്ട് അവകാശപ്പെടുന്നത് ഒന്നു മാത്രമാണ്: നമ്മൾ ജീവിക്കുന്ന ലോകം ഒരു വലിയ നുണയാണെന്നത്. എന്താണ് ഈ ഗ്രേറ്റ് എവേക്കൺ മാപ്പ്? ഇതൊരു ഭ്രാന്തന്റെ ഭാവനയോ അതോ ലോകത്തെ നിയന്ത്രിക്കുന്നവരെ യഥാർത്ഥ മുഖമോ? ഈ മാപ്പിന്റെ കാതൽ എന്നത് ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കാബൽ എന്നറിയപ്പെടുന്ന ഒരു രഹസ്യ സംഘടനയെ ലോകത്തെ മൊത്തമായി നിയന്ത്രിക്കുന്നു എന്ന വാദമാണ്. ബാങ്കിംഗ് സംവിധാനങ്ങൾ, മാധ്യമങ്ങൾ, വലിയ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയെല്ലാം ഈ രഹസ്യ സംഘത്തിന്റെ കയ്യിലാണെന്നും അവർ ജനങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുകയാണെന്നും ഈ മാപ്പ് അവകാശപ്പെടുന്നു. മനുഷ്യർ ഈ ചതി തിരിച്ചറിഞ്ഞ് ബോധവാന്മാരാകുന്ന പ്രക്രിയയാണ് ഇവർ എവേക്കൺ എന്ന് വിളിക്കുന്നത്. ഭൂമിയിലെ രാഷ്ട്രീയത്തിൽ മാത്രം അവസാനിക്കുന്നതല്ല ഈ രഹസ്യങ്ങൾ. അന്യഗ്രഹ ജീവികളുമായി ഭരണകൂടങ്ങൾ വർഷങ്ങളായി നടത്തുന്ന രഹസ്യ ഉടമ്പടികൾ, ചന്ദ്രന്റെ ഇരുണ്ട വശങ്ങളുള്ള താവളങ്ങൾ, അറ്റ്ലാന്റിസ് പോലെ മങ്ങിപ്പോയ പുരാതന നഗരങ്ങൾ എന്നിവയെല്ലാം ഈ ഭൂപടത്തിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫ്രീ എനർജി പോലുള്ള വിപ്ലവകരമായ സാങ്കേതിക വിദ്യകൾ ഇന്നും നമുക്ക് അന്യമായിരിക്കുന്നത്? വിജ്ഞാനത്തിന്റെ ഒരു മഹാസമുദ്രം തന്നെ അധികാരികൾ തടവിലാക്കിയിരിക്കുകയാണെന്നാണ് ഈ മാപ്പ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ആരോഗ്യവും ജനിതഘടനയും പോലും ഇപ്പോൾ ഭീഷണിയിലാണെന്ന് ഞെട്ടിക്കുന്ന സൂചനയാണ് മാപ്പിന്റെ ഒരു വശത്തുള്ളത്. 5G സിഗ്നലുകൾ, വാക്സിനുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതെല്ലാം മനുഷ്യനെ യന്ത്രതുല്യമാക്കി മാറ്റാനുള്ള അവസാനഘട്ട നീക്കങ്ങളാണ്. ഈ ഡിജിറ്റൽ ചങ്ങലകൾ നമ്മുടെ ഐഡന്റിറ്റിയെ പോലും മാറ്റിമറിക്കുവാൻ ശേഷിയുള്ളവയാണെന്നും ഇതിലെ നിഗൂഢ ചിഹ്നങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ തടവറയിലാണോ നീങ്ങുന്നത് എന്ന ചോദ്യം ചിഹ്നമാണ് ഇതിന് ഇപ്പോൾ ഉയർത്തുന്നത്. ചാംപരന്യ എന്ന കലാകാരൻ 2017 പുറത്തുവിട്ട ഈ ഭൂപടം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഇതൊരു ഗൂഢാലോചന സിദ്ധാന്തമാണെന്ന് ശാസ്ത്രം തള്ളിക്കളയുമ്പോഴും ഈ മാപ്പിലെ പല കാര്യങ്ങളും യാഥാർത്ഥ്യത്തോട് ചേർന്നിരിക്കുന്നവയാണെന്ന് വിശ്വസിക്കുന്നവർ ഏറി വരികയാണ്. സത്യം ഇതിനിടയിൽ എവിടെയോ മറിഞ്ഞിരിപ്പുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വലിയ ചർച്ചയായ QAnon മൂവ്മെന്റിന്റെ ഔദ്യോഗിക ഗൈഡ് പോലെയാണ് ഈ മാപ്പ് സ്വീകരിക്കപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപ് ഡീപ് സ്റ്റേറ്റിനെ തകർക്കാൻ വന്ന നായകനാണെന്ന വാദം ഈ മാപ്പിലൂടെ ശക്തി പ്രചരിപ്പിക്കപ്പെട്ടു. ട്രംപ് അനുകൂലികൾക്കിടയിൽ ഈ മാപ്പ് ഒരു വേദപുസ്തകം പോലെ വൈറലായി മാറി. രാഷ്ട്രത്തിന് അപ്പുറത്തു നിന്ന് വന്ന ട്രംപ് പതിറ്റാണ്ടുകളായി ലോകത്തെ അടക്കി ഭരിക്കുന്ന രഹസ്യ സംഘടനകളുടെ അന്ത്യം കുറയ്ക്കുവാൻ വന്നവനാണെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാപ്പിലെ പല വിമോചന വഴികളും അവസാനിക്കുന്നത് ട്രംപിന്റെ നീക്കങ്ങളിലേക്കാണ്. പലർക്കും ഇതൊരു വിനോദമാണെങ്കിലും തീവ്രമായി വിശ്വസിക്കുന്നവർക്കിടയിൽ ഇതൊരു പുതിയ തരം ലോകവീക്ഷണമായാണ് കരുതുന്നത്. പല പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെയും ബലമായി യോജിപ്പിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ ശാസ്ത്രലോകം ഇതിനെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും ഇന്റർനെറ്റിലെ നിഗൂഢതകൾ ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ഈ മാപ്പ് ഇന്നും സജീവ ചർച്ചയെ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.